കുറേ നാളായില്ലേ ഇങ്ങനെ വളരെ മോശമായിട്ട് സ്ത്രീകളെ കുറിച്ച് വായിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് പറയുന്നു, പോസ്റ്റുകൾ ഇടുന്നു. രാത്രിയായി കഴിയുമ്പോൾ പിന്നെ കുറെ നടിമാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ജീവിതം തരാൻ തയ്യാറാണ്, എനിക്ക് അവരെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഈ നടിമാരെയൊക്കെ പിന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലങ്ങളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിത്യ മേനോനാണെങ്കിലും ഐശ്വര്യലക്ഷ്മി ഇവരെല്ലാം ഇത് ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഇവരെല്ലാം ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകള്, അവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോ ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ഞങ്ങളൊരു മൂവ്മെന്റിലേക്ക് പോകാനുള്ള ഒരു പ്രധാന വിഷയം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മലയാള സിനിമയിലെ നടിമാരെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട, അത് ഒരാളെ അപമാനിക്കാവുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീമാണ് അയാൾ അപമാനിച്ചിരിക്കുന്നത്. എന്താണ്, ഇവിടെയുള്ള സ്ത്രീകളൊക്കെ അവർ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണ്. ആരാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്? എന്നിട്ട് അതങ്ങോട്ട് ഷെയർ ചെയ്ത് നാട്ടുകാർ മുഴുവൻ, ഞാൻ ചോദിക്കട്ടെ, ഇത് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് സാധാരണ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ, കഷ്ടപ്പെടുന്ന, സിനിമയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് നടിമാരുണ്ട്. അവരെയൊക്കെ ഇത് വല്ലാതെ മാനസികമായി ബാധിക്കില്ലേ? അതിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് പോയത്. അത് വളരെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബോച്ചയ്ക്കൊരു നിയമം മറ്റൊരാൾക്കൊരു നിയമം എന്നില്ലല്ലോ. ബോബി ചെമ്മണ്ണൂരിന് അത്തരത്തിലുള്ള മോശം പരാമർശത്തിനാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത്. അത് തന്നെയല്ലേ ഇയാളും ചെയ്യുന്നത്. അപ്പൊ വലിയവനാണെങ്കിലും സാധാരണക്കാരൻ ആരാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തരെ അപമാനിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുക. അത് പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ, അത് ഏറ്റവും അധികം സ്ത്രീകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് സ്ത്രീകൾ മുന്നോട്ട് വന്ന് പ്രതികരിക്കില്ല എന്ന ധൈര്യത്തിലാണ് ഈ പറയുന്നത്. അതല്ല, ഇനി ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കും സ്ത്രീകൾ പ്രതികരിക്കേണ്ട സമയം വൈകിപ്പോയിരിക്കുന്നു. സ്ത്രീകൾ ഇനി പ്രതികരിക്കും, വളരെ സ്ട്രോങ് ആയി തന്നെ മുൻപോട്ട് പോകും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എറണാകുളത്ത് നിന്ന് കുറേ അധികം ഫീമെയിൽ ആർട്ടിസ്റ്റുകളും ഇവിടെ നിന്ന് ഞാനും കുക്കു പരമേശ്വരനും ഒന്നിച്ച് മൂവ് ചെയ്തത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കമുണ്ടെന്നുള്ളത്. കാരണം ഈ സന്തോഷ് വർക്കി എന്നുള്ള ആളിനെ സമൂഹം അറിയുന്നത് തന്നെ നമുക്കറിയാം, ഈ തിയേറ്ററുകളിൽ വന്ന സിനിമയുടെ റിവ്യൂ പറയുക, അല്ലെങ്കിൽ നടിമാരെ കുറിച്ച് പറയുക, ഇത്തരത്തിലൊരു പരാമർശങ്ങൾ നടത്തിയാണ് അയാൾ പ്രശസ്തനായതും ഇപ്പോഴൊരു സിനിമയിൽ അഭിനയിക്കുന്ന തരത്തിലേക്ക് അയാൾ വളർന്നതും. അത്തരത്തിൽ ഇത്തരം ആളുകളെ വളർത്തിയെടുക്കുന്ന സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഇത് സമൂഹം പൊതുവേ അങ്ങനെയാണല്ലോ. എപ്പോഴും എവിടെയാണോ നെഗറ്റീവ് അതിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ മുഴുവനും. ഒരു നല്ല കാര്യം പറഞ്ഞാലോ, ഒരാൾ നല്ല പ്രവൃത്തി ചെയ്താലോ, അതൊക്കെ വല്ല 100 പേരോ 50 പേരോ ഒക്കെ 1000 പേരോ ഒക്കെ കണ്ടെന്ന് വരാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചെന്ന് വരാം. പക്ഷെ ഒരാളെ തെറി വിളിച്ചാൽ, പ്രത്യേകിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെറി വിളിച്ചാൽ, അത് കേൾക്കാനും അത് ആസ്വദിക്കാനും അത് ഷെയർ ചെയ്യാനും ലക്ഷം ജനങ്ങൾ ഇവിടെയുണ്ട്. അത് തന്നെയാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ധൈര്യം. ഇതെല്ലാത്തിനും പുറമെ എന്റെ ഏറ്റവും വലിയ ഒരു പ്രതിഷേധമാണ് മമ്മൂട്ടി പോലൊരു നടന്റെ സിനിമയിലൊക്കെ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അവസരം കൊടുക്കുക എന്ന് പറയുന്നത്. അത് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരാളെ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ? അവരും കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇനിയിപ്പോ വേറൊരു സിനിമയിലും അയാൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെന്താണിത്? ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ സംഭവിച്ചു. ഇപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ പറഞ്ഞത് എന്താണ്? ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സോഷ്യൽ മീഡിയ, പൊതുജനം, അല്ലെങ്കിൽ സിനിമയിലെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, നടന്മാര് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഇതും. എല്ലാവരും ഇങ്ങനെ ഇത്തരക്കാരെ ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇവിടെ വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മാറ്റി നിർത്തുന്ന പ്രവണത നിങ്ങൾ ആരും കാണിച്ചില്ലെങ്കിൽ സ്ത്രീകൾ വളരെ ധൈര്യത്തോടുകൂടെ ഇങ്ങനെ വളരെ കർശനമായ ഒരു പ്രവൃത്തിയിലൂടെ മുൻപോട്ട് പോകും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.